ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും പുട്ടും കടലക്കറിയും തന്നെ കേട്ടോ. കാരണം പുട്ടിൻ്റെ മാവ് കുറച്ചിരിപ്പുണ്ട്, അപ്പം പിന്നെ പുട്ട് തന്നെ ആക്കാമെന്ന് വെച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം നേരത്തെ നമുക്ക് കറണ്ട് ബില്ല് കൂടുതലായതുകൊണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് മാറ്റി വെച്ചിരുന്നേ, ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും പൊടിയൊക്കെ തട്ടി എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോറുണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ തന്നെയാണ് കേട്ടോ. നേരത്തേക്ക് ഞാൻ ചോറ് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ അത്ര നന്നായിട്ട് വരില്ലായിരുന്നേ. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നല്ല ചോറായിട്ട് തന്നെ വരുന്നുണ്ട്. അവിയൽ വയ്ക്കാനായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ അരപ്പൊക്കെ ചേർത്ത് അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇന്ന് ഈ വർഷത്തെ ആദ്യത്തെ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മോൾക്ക് കൊടുക്കാം, എനിക്കും കഴിക്കാമെന്ന് വെച്ചു. അത് കട്ട് ചെയ്യാനായിട്ട് എടുത്തു. കഴിഞ്ഞ വർഷമാണെങ്കിൽ നമുക്ക് നല്ല മാങ്ങ ഒന്നും കിട്ടിയില്ല കേട്ടോ, പുറത്തുനിന്ന് വാങ്ങി കഴിച്ചത് മാത്രമേ ഉള്ളായിരുന്നു. ഇന്നതേ വേറെയും കുറച്ച് പച്ചമാങ്ങ കിട്ടി. അങ്ങോട്ട് നന്നായിട്ട് പഴുത്തില്ല, കളറൊക്കെ വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴേ എടുത്ത് മുറിച്ചു. പക്ഷെ നല്ല മധുരം കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവൾക്ക് കൊണ്ട് കൊടുത്തു. അപ്പോൾ അവിയലൊക്കെ ഏകദേശം വെന്തു. അപ്പോൾ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതും കൂടെ വറുക്കാനിട്ടു. ഈ ഉണക്കമീൻ വറുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് മറ്റൊരു പാത്രത്തിൽ മാറ്റിയതിന് ശേഷം അതിലേക്ക് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഈ പാത്രത്തിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അത് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അവിയലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച ഉണക്കമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഒരു 5 മിനിറ്റ് അങ്ങ് വച്ചേക്കണം. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഈ സവാളയിലെല്ലാം ഉണക്കമീനിൻ്റെ ടേസ്റ്റ് നല്ല ഒരു മണമൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ഈ ഉള്ളി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യണം, അത് കഴിഞ്ഞ് ഊണ് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.